ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഉച്ചയാകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് യാത്രയായി കേട്ടോ. ഫാമിലിയൊക്കെ റെഡിയായി, മകൻ ഹെൽമെറ്റൊക്കെ എടുത്ത് ഇറങ്ങി. സംഭവം എവിടേക്കാണെന്നല്ല, നമ്മുടെ മംഗലാംകുന്ന് തറവാട്ടിലേക്കായിരുന്നു യാത്ര. കർണനെ കാണാൻ വേണ്ടി. കർണൻ്റെ പുതിയ പ്രതിമ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യാത്രയായി കേട്ടോ. പറളി വഴിയായിരുന്നു യാത്ര. മുണ്ടൂർ കോങ്ങാട് അതായിരുന്നു റൂട്ട്. പോണ വഴി ATM പൈസ ഉണ്ടായിരുന്നു, അതെടുത്തു. നല്ല റോഡായിരുന്നു ആ റോഡ്, മുണ്ടൂർ കോങ്ങാട് റോഡ്. സംഭവം അവിടെ എത്തുമ്പോൾ ആരും ഉണ്ടായിരുന്നു, ഒരു ഏട്ടൻ മാത്രം ഉണ്ടായിരുന്നു. അത് തുറക്കാൻ വഴിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന കാരണം അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ വെളിയിൽ നിന്ന് തന്നെ കർണൻ്റെ പ്രതിമ നോക്കി. ഉള്ളിൽ പോയി ഒരു വഴിയില്ലാണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ നടന്നു. പോകണോ പോകണ്ടയോ പറഞ്ഞിട്ട് അവിടെ ചോദിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ലേ. അപ്പം ഇങ്ങനെ നിന്നു. അപ്പോഴാണ് അടുത്തുള്ള കടയിലത്തെ ഒരു ചേട്ടൻ പറഞ്ഞത്, അത് ആ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തുറന്നു പോകാമെന്നായി. അത് ശരി പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് യാത്രയായി. പോകുമ്പോൾ തന്നെ ഞങ്ങൾ ദൂരം തന്നെ നല്ല അഴകുള്ള നമ്മുടെ കർണനെ കണ്ടു. അതേ നിൽപ്പ്, പൂരപ്പറമ്പിൽ നിൽക്കണ പോലെ. മകനൊക്കെ ഭാര്യയൊക്കെ തൊഴുതി. പൂരപ്പറമ്പിൽ കണ്ട അതേ അഴകോടുകൂടി നമ്മുടെ ആൾ കണ്ടില്ലേ. നിലവിളക്കൊക്കെ വെച്ച് തിരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാറ്റത്ത് കെട്ടതായിരുന്നു. നന്നായിട്ട് നല്ല കാഴ്ച പോലെ. അപ്പോൾ അവനൊരാഗ്രഹം, ഒന്ന് തുമ്പക്കൈ തൊടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് തൊട്ടോ പറഞ്ഞു ഞാൻ. ആ പേടിയോടുകൂടി അതിന് ചെറുതായിട്ട് തൊട്ടു. ഇത് ഞങ്ങളുടെ ഒരു വീഡിയോ ഫോട്ടോ സെക്ഷനായിരുന്നു. അപ്പോഴവൻ തൊട്ടുകൊണ്ടേയിരുന്നു. അവൻ ആദ്യമായിട്ടാണ് ആനയുടെ അടുത്തേക്ക് പോയി ഇങ്ങനെ തൊടുന്നത്. അതേ ഗംഭീരത്തോടു കൂടിയുള്ള നമ്മുടെ കർണനായിരുന്നു അത്. അവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ. കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പോകുമ്പോൾ ഞങ്ങൾ ടാറ്റ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ട്. അപ്പോൾ അവൻ രണ്ടാമത് വന്ന് തിരിച്ച് പറഞ്ഞ് കർണന് ടാറ്റയൊക്കെ കൊടുത്തു. അവിടുന്ന് യാത്രയും പോണ വഴി അതിന് മുമ്പത്തെ കടയിൽ പോയിട്ട് ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചു. അതാണ് നമ്മുടെ തറവാട്. ഞാനൊരു 40-ലാണ് കേട്ടോ നമ്മുടെ യാത്രയൊക്കെ. ഞാൻ വണ്ടീൻ്റെ ബാക്കിൽ കണ്ടു കർണൻ്റെ പേരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ വരുന്ന വഴിയിൽ ഒരു ട്രെയിൻ പോകണതിൻ്റെതാണ്, കണ്ടില്ലേ. സിഗ്നലിൽ പെട്ടു ഞങ്ങൾ. അവിടെ നിന്ന് അത് കഴിഞ്ഞും കൊണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. പോണ വഴി ഒരു പുഴയുണ്ടായിരുന്നു, കാളികാവ് പുഴയാണ്. അവിടെ കുറച്ച് നേരം ഇങ്ങനെ കാഴ്ച കണ്ടുവരുന്നു. ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ നിന്നു. 8 മണിക്ക് വീടത്ത് അവരുണ്ടേ. അത് നിന്ന് ഇത് അച്ഛാ പോകാമെന്നായി അവൻ പറഞ്ഞു. ശരി പോകാണ്ട് ഇറങ്ങി. പോണ പോലെ നീ കഴിക്കാൻ വാങ്ങിയല്ലോ പറഞ്ഞു. ശരി പറഞ്ഞ വീടിൻ്റെ അടുത്തുള്ളൊരു ബിരിയാണി കടയിൽ പോയി. അവിടെ ബിരിയാണി മാത്രമേ കിട്ടുള്ളൂ. അതേട്ടാ അവന് ഒരു ബിരിയാണി തരും പറഞ്ഞു. അവനെ മാത്രം ഒരു ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണിക്ക് ഓർഡർ കൊടുത്തു. പിന്നെ അവന് അത് വേണ്ട അച്ഛൻ, എനിക്കൊരു പൊറോട്ട വാങ്ങി തരുന്നതായി. ആ കടയിലാണെങ്കിൽ പൊറോട്ട ഉള്ളത്, അത് ഓൺലൈൻ ബിരിയാണി കടയാണേ. അല്ലാണ്ട് ബിരിയാണി മാത്രമേ ഉള്ളൂ, പൊറോട്ട ഇല്ല പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. വേറെ കടയിൽ പോയിട്ട് ഞാൻ വാങ്ങി തരാട്ടോ പറഞ്ഞു. അല്ല അവിടെ എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ബിരിയാണി വാങ്ങി ഞങ്ങൾ ഇറങ്ങി. 120 റുപ്യയുടെ ബിരിയാണി. ബിരിയാണി നല്ല ബിരിയാണി. അവിടെ ബിരിയാണി മാത്രം ഉള്ളതിന് നല്ല ടേസ്റ്റാണ്. ടാറ്റ പറഞ്ഞു. നേരെ അപ്പോഴേക്കും നന്നായി ഇരുട്ടായി. ശരി, ഞങ്ങൾ അടുത്ത വീഡിയോസിൽ കാണാം. ബായ്.